ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ഹൗസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണം, അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ആദ്യം കുറച്ച് സേമിയൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് സേമിയ എടുത്തിക്കണം. നിങ്ങൾക്ക് വലിയ സേമിയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് നല്ലൊരു ബ്രൗൺ കളറാവുന്ന വരെ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലൊരു ബ്രൗൺ കളറായിക്കണേ. നമ്മൾ വറുത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇനി നമുക്കൊന്ന് വാങ്ങി വെക്കട്ടോ. അതിനുശേഷം നമ്മൾ എടുത്തുക്കുന്നത് 2 കപ്പ് പാലാണ്. ആ 2 കപ്പ് പാലിൽ ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ തീയൊന്നും കത്തിച്ചിട്ടില്ല. ഇനി നമുക്ക് വറുത്ത് വെച്ച് സേമിയനും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം ഒന്ന് തീ കത്തിച്ച് സേമിയനൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മൾ ഫുള്ളായിട്ട് സേമിയൻ അതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം. ഇനി നമുക്ക് തീ കത്തിച്ചതിന് ശേഷം തീ കത്തിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നല്ലോണം സേമിയനൊക്കെ തിളച്ച് നല്ലോണം വെന്ത് വന്നിക്കണേ. ഇനി നമുക്കതിന് ആവശ്യമില്ല മധുരം ചേർത്ത് കൊടുക്കണം. അപ്പം നല്ല സ്വീറ്റാണ് നമ്മൾ ഉണ്ടാക്കണത്. അതുകൊണ്ട് തന്നെ ഒരു 2.5 കയ്യിൽ മധുരം അതിലേക്ക് ചേർത്ത് കൊടുക്കണേ. നിങ്ങൾക്ക് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം കുറക്കട്ടോ. ഇനി മധുരം ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി 1 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴൊക്കെ നമുക്ക് 1 സ്പൂണ് കസ്റ്റേർഡ് പൗഡർ ഒന്ന് കട്ടില്ല നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് മതി കസ്റ്റേർഡ് പൗഡർ. അപ്പോൾ ഇതേപോലെ തന്നെ കസ്റ്റേർഡ് പൗഡർ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി അതും നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ടയെ പോവും. അപ്പോൾ ഇനി ചെറുതായിട്ടത് കട്ടയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കിത് ഇളക്കിയിട്ട് കട്ടയെ ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കസ്റ്റേർഡ് പൗഡർ കലക്കി തന്നെ ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നല്ല തീ തന്നെയാണ് ഇളക്കി കൊടുത്ത് ഒന്നിങ്ങോട്ട് കുറുക്കി എടുത്തിക്കണേ. അപ്പോൾ നല്ലോണം കുറുകാൻ നിൽക്കരുത്, നമുക്കൊന്ന് കുടിക്കാൻ പാകത്തിന് ഇതേപോലെ ഒന്ന് കുറുക്കി കിട്ടിയാൽ മതി. ഇനി നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. വാങ്ങി വെച്ചിട്ട് ഒരനക്കം ചൂടാറിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ചേർക്കണം. അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുരുല്ലാത്ത നല്ല മുന്തിരിയാണ്. നമ്മൾ ഞാറമുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഒന്ന് മുറിച്ചെടുത്തിക്കണേ. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അനാറാണ്. ഈ അനാറിൻ്റെ ഈ മുന്തിരിൻ്റെ ഒക്കെ പകരം നിങ്ങൾക്ക് മാംഗോയോ അതേപോലെ തന്നെ പൈനാപ്പിളോ ഒക്കെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഈത്തപ്പഴം കൂരില്ലാതെ ഇതേപോലെ തന്നെ മുറിച്ചെടുത്ത് ചേർത്തുകണേ. അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തുകണേ. അപ്പോൾ അണ്ടിപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് ബദാമോ പിസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുക. ഏതാണ് നട്ട്സ് നിങ്ങൾ വീട്ടിലുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പം നമ്മൾ അടിപൊളി സ്വീറ്റ് ഇവിടെ റെഡി ആക്കണേ. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് ചൂടായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടോ വേണമെങ്കിൽ കഴിക്കുക. രണ്ടാണെങ്കിലും വളരെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ കാണാനും കഴിക്കാനും ഭംഗിയിലെ റെസിപ്പി ആയിട്ട് ഇനിയും വരുന്നതേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യേ.